ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ 100% എഫേർട്ട് ഇടുമ്പോൾ അതിന്റെ റിസൾട്ട് നമ്മുടെ ക്രിയേറ്റർ ആ ഒരു സ്പോട്ടിൽ തരാതിരിക്കും. അപ്പൊ നമുക്കത് ഭയങ്കര വിഷമാണെങ്കിലും അതിന്റെ കാരണം ഭയങ്കര രസകരമാണ്. അങ്ങനെ എന്റെ ലൈഫിൽ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഹേ എവ്രിവൺ, അസ്സലാമു അലൈക്കും. മൈ നെയിം ഇസ് ഹയ ഫാത്തിമ. ഞാൻ 7th പഠിക്കുന്ന സമയത്താണ് ലോക്ക്ഡൗൺ ഉണ്ടാവുന്നതും അന്നാണ് ഞാൻ ആദ്യമായിട്ട് റുബിക്സ് ക്യൂബ് പഠിക്കുന്നതും. എന്നിട്ട് ഞാൻ ക്ലാസ്സുകളൊക്കെ തുറന്ന സമയത്ത് സ്കൂളിൽ വെച്ചിട്ട് ടീച്ചർ പറഞ്ഞു ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന്, റുബിക്സ് ക്യൂബിന്റെ കോമ്പറ്റീഷൻ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം നമ്മൾ പഠിച്ചൊരു സ്കില്ല് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ അതിനു വേണ്ടി ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യുന്നു, സ്പീഡൊക്കെ കൂട്ടുന്നു, റുബിക്സ് ക്യൂബ് കളിക്കാനുള്ള സ്പീഡൊക്കെ. അങ്ങനെ സ്കൂളിലെത്തിയ സമയത്ത് ടീച്ചർ പറയുന്നു ആ ഒരു കോമ്പറ്റീഷൻ ക്യാൻസൽ ആക്കി എന്നുള്ളത്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. ഞാൻ വീട്ടിൽ വന്നിട്ട് ഒരുപാട് കരയുന്നു. അങ്ങനെ ഞാൻ യൂട്യൂബ് സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനെ കുറിച്ച് ഒരു വീഡിയോ എൻ്റെ ഫോണിലേക്ക് ഫീഡിലേക്ക് വരുന്നത്. ആ ടൈമിൽ ഞാൻ അതിനെ കുറിച്ച് അറിഞ്ഞ് ഞാൻ എൻ്റെ ഈ ഒരു സ്കില്ല് എന്തുകൊണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് അപ്ലൈ ചെയ്തിടാ എന്നുള്ള മൈൻഡ് സെറ്റിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് കൊടുക്കുന്നു. അൽഹംദുലില്ലാ എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടുന്നു. അതിനുശേഷം വേൾഡ് റെക്കോർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നു. അൽഹംദുലില്ലാ എനിക്ക് കലാംസ് വേൾഡ് റെക്കോർഡ് കിട്ടുന്നു. അതിനുശേഷം ഞാൻ ഇത് ബേസ് ചെയ്തിട്ട് ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സ്റ്റുഡൻസിനെ പഠിപ്പിച്ച് റിസൾട്ട് ഉണ്ടാക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ച ഉടനെ റിസൾട്ട് കിട്ടാതെ വരുന്ന സമയത്ത് നമ്മൾ ഡിസപ്പോയിന്റഡ് ആവുന്നുണ്ടെങ്കിലും നമ്മുടെ ക്രിയേറ്റർ നമ്മൾ ആഗ്രഹിച്ചത് ഒരു പൂവാണെങ്കിൽ നമ്മുടെ ക്രിയേറ്റർ ചിലപ്പോൾ ഒരു പൂന്തോട്ടായിരിക്കും നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, പേഷ്യൻസോടെ നമ്മുടെ ഒരു ജേണി ക്ഷമയോടെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഹോപ്പ് വിടാതെ നമ്മൾ മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും അതിനുള്ള റിസൾട്ട് കിട്ടും എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് അങ്ങനെ വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ? താഴെ കമന്റ് ചെയ്യാം.